അതുല്യ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ശാലിനി എന്ന കവിതയുടെ നൃത്താവിഷ്കാരം ചങ്ങമ്പുഴ പാർക്കിൽ അരങ്ങേറിയപ്പോൾ സാക്ഷിയാകാൻ മകൾ ലളിതയും എത്തി. RLV സുമാരാജ് മേനോൻ അവതരിപ്പിച്ച മോഹിനിയാട്ടം ആവിഷ്കാര മികവ് കൊണ്ട് ശ്രദ്ധേയമായി. ചങ്ങമ്പുഴയുടെ ശാലിനി എന്ന കവിത മോഹിനിയാട്ടത്തിന്റെ ലയബന്ധമായ ചലനങ്ങളിലൂടെ വീണ്ടും അരങ്ങിലേക്കെത്തി. അത് കാണാൻ ചങ്ങമ്പുഴയുടെ മകൾ ലളിത ചങ്ങമ്പുഴയും എത്തി. ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിൽ സുമാരാജിന്റെ ഡാൻസ് കാണുന്നത്. അത് ഇത്രയ്ക്കും നന്നാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും ആ കവിത, ചങ്ങമ്പയുടെ കവിത എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ കവിത ഇത്തരത്തിൽ ഒരു നൃത്ത ആവിഷ്കരണം ചെയ്തതിന് എനിക്ക് സുമാരാജിനോട് പ്രത്യേകം കടപ്പാടുണ്ട്. സുമാരാജ് മേനോന്റെ ഭാവാഭിനയത്തിലൂടെ ശാലിനി കൂടുതൽ മിഴിവുറ്റതായി. കാലാതീതമായ കൃതിയുടെ ഭാവതീവ്രത ഒട്ടും ചോർന്നു പോകാതെയായിരുന്നു നൃത്താവിഷ്കാരം. ന്യൂസ് 18 കൊച്ചി. കടൽക്ഷോഭം രൂക്ഷമാകുന്നതിനാൽ കൊല്ലത്തിന്റെ തീരങ്ങൾ കടലെടുക്കുകയാണ്. ആശങ്കയുടെ തിരമാലകൾ ആഞ്ഞടിക്കുന്നതിനാൽ ദിവസങ്ങൾക്ക് മുൻപ് വരെ തീരമായിരുന്നിടമെല്ലാം ഇപ്പോൾ കടലായി മാറിയിരിക്കുകയാണ്. കലിപൂണ്ട് ആഞ്ഞടിക്കുന്ന കടലിനും സന്ദർശകർക്കുമിടയിൽ വലിച്ചുകെട്ടിയ ഈ നേരിയ കയർ മാത്രമാണ് ഇപ്പോഴത്തെ സുരക്ഷ. എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രതിഭാസമാണെങ്കിലും ബീച്ചിൽ ഇത്രയേറെ ദൂരം കടലെടുക്കുന്നത് ഇത് ആദ്യമായാണ്. കഴിഞ്ഞ വർഷം നല്ല ഓട്ടം ഉണ്ടായിരുന്നു. ഈ വർഷം വളരെ മോശമാണ്. കടലിങ്ങനെ നടക്കുന്നത് കാരണം കൊണ്ടും ആൾക്കാർ വരാത്തത് കാരണം കൊണ്ടും ഓട്ടം കുറവാണ്. കടക്കാരും എല്ലാം കടന്നു. ഇതിന്റെ ശോചനീയാവസ്ഥ കാണാൻ പറ്റുന്നത് തന്നെയാണല്ലോ. എന്താ ചെയ്യാൻ? സാധാരണ കള്ളക്കടൽ പ്രതിഭാസം രൂക്ഷമാകുന്ന എല്ലാ വർഷങ്ങളിലും കടലേറ്റമുണ്ടാകാറുണ്ട്. 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ കടൽ തന്നെ തീരത്ത് മണൽ നിക്ഷേപിച്ച് തീരം പഴയ പടിയാകാറുമുണ്ട്. ഇപ്പോൾ തീരം കൂടുതലായി കടലെടുത്തത് നാട്ടുകാരെയും ചെറുകച്ചവടക്കാരെയും ഭീതിയിലാക്കിയിരിക്കുകയാണ്. ബീച്ചിൽ സന്ദർശകർ എത്തുന്നുണ്ടെങ്കിലും അപകട സാധ്യതയുള്ളതിനാൽ ഇറങ്ങാൻ കഴിയാതെ നിരാശയോടെ മടങ്ങുന്ന അവസ്ഥയാണ്. ഓണാവധിക്കാലം അടുത്തിരിക്കെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക വിനോദസഞ്ചാര സാധ്യതയുള്ള ബീച്ചിൽ തീരദേശ മണ്ണൊലിപ്പുണ്ടാക്കുന്നതിനാൽ ചെറുകിട കച്ചവടക്കാരെയും ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം.